ശരി, ആറന്മുളയിൽ വീണ ജോർജാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു CPM-ന്റെ. അങ്ങനെയാണെങ്കിൽ വീണ ജോർജ് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണല്ലോ കേൾക്കുന്നത്. വീണ ജോർജ് മത്സരിക്കുന്നതിൽ ഭർത്താവ് ജോർജ് ജോസഫിന് വിമുഖത ഉണ്ട്. അദ്ദേഹം പാർട്ടിയൊക്കെ സമീപിച്ചിരുന്നല്ലോ, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ. കാരണം കുടുംബകാര്യങ്ങളൊക്കെ ഇനി നോക്കി നിൽക്കണം. 2 തവണയൊക്കെ MLA ആയതാണ്, മന്ത്രി ആയതാണ്. ഇപ്പോഴാണെങ്കിൽ മറ്റേ വധശ്രമം ഉണ്ടായതായിട്ട് പാർട്ടി ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. പിന്നെ ജില്ലാ കമ്മിറ്റിക്കും വീണ ജോർജിനോട് വലിയ താല്പര്യമില്ല. ജില്ലാ കമ്മിറ്റി അറിഞ്ഞിട്ടൊന്നുമല്ല, അവർ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിത്രം ഏതാണ്ട് ആറന്മുളയിൽ തെളിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അബിൻ വർക്കി ആണ്. BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനല്ല, MT രമേശ് ആണ്. MT രമേശ് നേരത്തെ, ഇപ്പോഴത്തെ പട്ടികയിൽ MT രമേശിൻ്റെ പേരാണ്. MT രമേശ് മുമ്പ് അവിടെ ആറന്മുളയിൽ മത്സരിച്ച് പരിചയമുള്ള ആളുമാണ്. നന്നായിട്ട് വോട്ടും പിടിച്ചിരുന്നു നേരത്തെ MT രമേശ്. അബിൻ വർക്കി ആണെങ്കിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിയാക്കിയില്ലേ പാലക്കാട്. അപ്പൊ അബിൻ വർക്കിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അബിൻ വർക്കിക്ക് അതുപോലെ തന്നെ ഇയാള് മാറിക്കഴിഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഇല്ലേ സംസ്ഥാനത്ത് പ്രസിഡന്റ് ആകാനുമൊക്കെ അർഹതയും യോഗ്യതയൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു അബിൻ വർക്കി. അപ്പൊ അബിൻ വർക്കി ആ സമയത്ത് ഒതുക്കിയതാണ്. ഈ ഷാഫി പറമ്പിലും കൂട്ടരും എല്ലാം കൂടി അബിൻ വർക്കിയെ ഒതുക്കി. അബിൻ വർക്കി ആണെങ്കിൽ വിവരം ബോധമൊക്കെ ഉള്ള ആളാണ്. അബിൻ വർക്കിയെ ഒതുക്കിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആക്കി സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. എപ്പോഴും തെരഞ്ഞെടുപ്പിൽ ഈ ക്ഷമ വേണം, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. അപ്പൊ അങ്ങനെ അബിൻ വർക്കിക്ക് ഇപ്പോൾ ഒരു വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പല ആളുകൾക്ക് 75 വയസ്സാകുമ്പോഴൊക്കെ അല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അബിൻ വർക്കി ചിലപ്പോൾ ഈ സാമുദായികവുമായിട്ടും, എനിക്ക് അബിൻ വർക്കിയുടെ അത്തരം പശ്ചാത്തലങ്ങൾ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഞാൻ ഊഹിക്കുന്നത് ഏതാണ്ടൊക്കെ സാമുദായികമായിട്ടും നേരിടാൻ പറ്റും എന്ന് തന്നെയാണ് ഈ വീണ ജോർജിനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2021 വീണ ജോർജിന് 46.34% വോട്ട് കിട്ടി. കെ ശിവദാസൻ നായർ, ഒരു തവണ വീണ ജോർജിനോട് തോറ്റയാളാണ് ശിവദാസൻ നായർ. വീണ്ടും 2021 നിന്ന് തോക്കുകയായിരുന്നു ശിവദാസൻ നായർ. ഞാൻ അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അധികവും കണ്ടിരിക്കുന്നത്. മറ്റേ അവിടെ ഒരു ബാങ്കിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, സഹകരണ ബാങ്കിൻ്റെ. അപ്പോൾ അതിൻ്റെ യോഗങ്ങൾക്കൊക്കെ വരുമ്പോഴാണ് കാണാറ്. കാരണം അദ്ദേഹം അതുവരെ സ്ഥാനാർത്ഥിയൊന്നും ആയിട്ടില്ല. ആറന്മുളയിൽ വേറെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, ആറന്മുളയിൽ മറ്റേ കടമ്മനിട്ട രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞിട്ട്. അതുമാത്രമല്ല, ശിവദാസൻ നായർക്ക് സ്ഥാനാർത്ഥി മോഹം ഉണ്ടായിരുന്ന ശിവദാസൻ നായർക്ക് വിഷമമുണ്ടായ ഒരു കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തു. MV രാഘവനായിരിക്കും UDF സ്ഥാനാർത്ഥി അവിടെ എന്ന്. കാരണം രാഘവനുമായിട്ടുള്ള ബന്ധം കൊണ്ട് രാഘവൻ ആറന്മുളയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവരിൽ നിന്ന് തന്നെ വിവരം കിട്ടി. കാരണം അത് UDF മണ്ഡലം ആയിരുന്നു ആറന്മുള അതുവരെ. അപ്പോൾ അവിടെ MBR ആണ് നിൽക്കുക എന്നുള്ളത് ഞാൻ ആദ്യമേ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കാലത്ത്. അത് ശിവദാസൻ നായർക്ക് വലിയ ഷോക്കായിരുന്നു. അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയും ചെയ്തു. ഇപ്പോൾ CP ജോൺ നിൽക്കുന്ന പോലെ തിരുവനന്തപുരത്ത് ശിവകുമാർ നോട്ടമിട്ടിരുന്ന സ്ഥലമല്ലേ അത്, VS ശിവകുമാർ ഇപ്പോൾ അരുവിക്കരയിലേക്ക് പോകും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അന്ന് ഇതുപോലെ കടമ്മനിട്ടയായിരിക്കും ആറന്മുളയിൽ നിന്നും ഞാൻ തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കടമ്മനിട്ടയോട് ഞാൻ നേരത്തെ സംസാരിക്കുകയും ചെയ്തിരുന്നു ആ കാര്യം. അങ്ങനെ BJPയുടെ ബിജു മാത്യു ആണ് കഴിഞ്ഞവണം നിന്നത്. 17.98%. നേരത്തെ MT രമേശിന് കിട്ടിയതിനേക്കാൾ 6% കുറവായിരുന്നു ബിജു മാത്യുവിന് കിട്ടിയത്. 2016 വീണ ജോർജ് നിന്നപ്പോൾ ഇതിനേക്കാൾ വോട്ട് കുറവായിരുന്നു, 39.97%. അതിൽ 8% കൂടുതലാണ് 2021 കിട്ടിയത്. അന്നും ശിവദാസൻ നായർ മത്സരിച്ചപ്പോൾ 35.23% കിട്ടി.
ഇതിനേക്കാൾ 1% കുറവായിരുന്നു 2021. ശിവദാസൻ നായർ വീണ്ടും മത്സരിച്ചപ്പോൾ വോട്ട് കുറയുകയാണ് ചെയ്തത്. 2016 MT രമേശ് മത്സരിക്കുന്നത്. 23.48% വോട്ട് അന്ന് രമേശ് പിടിച്ചു. അപ്പൊ രമേശ് തന്നെയാണ് അവിടെ നിൽക്കാൻ നല്ല സ്ഥാനാർത്ഥി BJPയെ സംബന്ധിച്ച്. 2011 ശിവദാസൻ നായർ തന്നെയാണ് അവിടെ മത്സരിച്ചത്. 47.69 വോട്ട് കിട്ടിയിട്ട് ജയിച്ചു വന്നു. ജയിച്ച സ്ഥാനാർത്ഥിയാണ് ശിവദാസൻ നായർ. CPMന്റെ KC രാജഗോപാലൻ 42.90% പിടിച്ചു. ഈ 42.90% എന്ന് പറയുമ്പോൾ 2016 വീണയ്ക്ക് അതിനേക്കാൾ കുറവാണ് കിട്ടുന്നത്. രാജഗോപാലിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടുന്നത് വീണയ്ക്ക് 2021 മാത്രമാണ്. BJPയുടെ K ഹരിദാസിന് 2011 7.52 മാത്രമാണ്. ഈ 7.52 രമേശ് വന്നപ്പോൾ ഒറ്റയടിക്ക് 15% അങ്ങ് കൂടി 23.48 എന്നാക്കുന്നു. 15% ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് വളരുന്നു എന്ന് പറഞ്ഞാൽ ആറന്മുള ശരിക്കും ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളും ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. ഹിന്ദുക്കൾ ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് BJP ഒരു സ്ഥലത്തും ക്ലച്ച് പിടിക്കുന്നില്ല. CPM ആണ് ഹിന്ദു പാർട്ടിയായിട്ട്. അപ്പോൾ വീണ ജോർജിനും കൊണ്ടുപോയി ഹിന്ദുക്കൾ കുത്തിയിട്ടാണ് ഈ വീണ ജോർജ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ അബിൻ വർക്കി ഈ പറഞ്ഞ പോലെ ആ സമുദായം മറ്റേ ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പൊ ശരിക്ക് അതിൻ്റെ അകത്തൊരു സ്പ്ലിറ്റാണ് വരിക. ക്രിസ്ത്യൻ വോട്ടിൻ്റെ അകത്തൊരു സ്പ്ലിറ്റ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ MT രമേശിന് സാമാന്യം വലിയ വോട്ട് 2016 കിട്ടിയതിനേക്കാൾ വലിയ ഒരു വോട്ടിലേക്ക് മറ്റേ MT രമേശിന് പോകാൻ കഴിയും. ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BJPക്ക് ഒരു മുന്നേറ്റത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് ആറന്മുള. ഈ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ട്. വെറുതെ പോയിട്ട് KSCക്കാർ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, അവർക്കൊക്കെ ജാമ്യവും കിട്ടി. ഈ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കത്രിക വയറ്റിൽ വെച്ച് മറക്കുക, കാലിന്റെ ശസ്ത്രക്രിയക്ക് പോയ ആളിന്റെ 2 കൃഷ്ണമണി എടുത്ത് കളയുക, കോഴിക്കോട് ഒരു സ്ത്രീയെ ഇതുപോലെ കത്രിക വയറ്റിലിട്ട് ഒരുപാട് നാൾ അവര് സമരമൊക്കെ ആയിട്ട് നടന്നു. മാത്രമല്ല ഈ സ്ത്രീകളെ ആംബുലൻസിനകത്ത് വെച്ച് പീഡിപ്പിക്കുക, ഓപ്പറേഷൻ റൂമിൽ വെച്ച് പീഡിപ്പിക്കുക. അങ്ങനെ ഈ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയതിനു ശേഷം ഒരു കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയാണ് കാണാൻ സാധിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിലെ വലിയ രീതിയിൽ ചർച്ചയാകില്ലേ? പക്ഷെ ആ സ്ത്രീയുടെ വയറ്റിൽ കത്രിക വന്നത് KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ല ശൈലജയ്ക്കാണ് എന്ന് വേറെ ആളുകളെ കൊണ്ട് വീണ പറയിച്ചിട്ടുണ്ട്. വീണ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ വക സംഭവങ്ങളിൽ വീണയ്ക്ക് നേരിട്ട് ഉത്തരവാദിത്തം ഇല്ലെങ്കിലും ഈ വയറ്റിൽ കത്രിക വെക്കുന്നത് പോലത്തെ ആ ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന ഈ വിചിത്രമായ സംഭവങ്ങൾ പോലൊന്നാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. കാരണം ഇപ്പോൾ കോടതിയിൽ പോലീസുകാരും മൊഴി കൊടുത്തിരിക്കുന്നത് ഈ വധശ്രമ കേസായി പിള്ളേരുടെ പേരിൽ എടുത്തിരിക്കുന്ന പാവം പിള്ളേർ, അവരുടെ കയ്യിൽ കരിങ്കുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പോലീസ് മൊഴി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജാമ്യം കിട്ടുന്നത്. കരിങ്കുടി കൊണ്ട് ആളുകളെ കൊന്നുകളയാം എന്ന് ഒരു കേസ് ഉണ്ടാകുന്നത് ലോകത്ത് തന്നെ ആദ്യമായിരിക്കും, ഇല്ലേ? വേറെ എന്തെങ്കിലും നിറമായിരുന്നെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. ഈ കരിങ്കുടി കൊണ്ട് ഒരാളെ ശരിപ്പെടുത്തി കളയാം എന്നുള്ള ഈ മാർക്സിസ്റ്റ് വ്യാഖ്യാനം, അത് ഈ ആരോഗ്യവകുപ്പിലെ കുത്തഴിഞ്ഞ സംഭവങ്ങൾ പോലെ ഒരു കുത്തഴിഞ്ഞ വ്യാഖ്യാനമായിപ്പോയി. അത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷംസീർ പറഞ്ഞു കൊടുത്തതാണെങ്കിൽ പോലും ആ തന്ത്രത്തിൻ്റെ കൂടെ ഇവർ നിൽക്കാൻ പാടില്ലായിരുന്നു. കാരണം കണ്ണൂർ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വലിയ വിഭാഗീയത പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ വിഭാഗീയതയിൽപ്പെട്ട് സീറ്റ് പോയ ആളാണ് ഷംസീർ. ഷംസീറിന് 2 തവണ മത്സരിച്ചു എന്നൊക്കെ ഉള്ളത് ഷംസീറിനെ പോലെ പ്രഗത്ഭനായ ഒരാളിന് സീറ്റ് നിഷേധിക്കാൻ മാത്രം കാരണമൊന്നുമല്ലല്ലോ. പക്ഷെ ഷംസീറിന് സീറ്റില്ല. അപ്പോൾ ഷംസീറിന് സീറ്റ് ഇല്ലാതായപ്പോൾ എന്നാൽ പിന്നെ വീണയ്ക്കും സീറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ വീണയ്ക്ക് ഈ ദുഷ്ട ഉപദേശം കൊടുത്തിരിക്കുന്നത്.
അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വീണയ്ക്കില്ലാതെ പോയി. അതാണ് വീണയ്ക്ക് ഈ പറ്റിപ്പോയത്. നേരെ പോയി ആശുപത്രി കിടന്നുവെന്ന് ഷംസീർ പറഞ്ഞു. അത് SFI-കാരൊക്കെ കൊടുക്കുന്ന ഉപദേശമാണത്, ഇല്ലേ? കേസുകാരനെ തല്ലിയ നീയും പോയി ആശുപത്രി കിടന്നു എന്ന് പറയുമല്ലോ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഒരു ലെവലായിപ്പോയി. അത് പാകത വന്നൊരു രാഷ്ട്രീയത്തിന്റെ ഉപദേശമായില്ല അത്. അപ്പോൾ വലിയ നാറ്റക്കേസാണിപ്പോൾ ഈ വീണ ജോർജ്. ആ നിലയിലാണ് ഈ ആറന്മുളയിൽ പോയി നിൽക്കുന്നത്. കാരണം ഒരു നെഗറ്റീവ് വോട്ടിലാണ് പോയി അവിടെ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ശിവദാസൻ നായരെക്കാൾ ശക്തനായ സ്ഥാനാർത്ഥിയാണ് അബിൻ വർക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വീണ ജോർജ് തീർച്ചയായും ഈ വെള്ളം കുടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആറന്മുളയിൽ വരുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അത് UDF മണ്ഡലമായിരുന്നു ഈ പരമ്പരാഗതമായിട്ടും. അവിടെ ഒരു മാറ്റം ഉണ്ടാവുന്നത് ഈ കടമ്മനിട്ട വരുമ്പോഴാണ്. അത് അങ്ങനത്തെ ഒരു മറ്റേ MP രാഘവനും ഞാൻ EK നായനാരുടെ കൂടെ ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവുമല്ലോ പത്രത്തില്, മനോരമയില്. അപ്പം ഞാൻ നായനാരോട് പറഞ്ഞു, നിങ്ങൾ ആറന്മുളയിൽ പോകുമ്പോൾ ഞാൻ വരാം, കാരണം MP രാഘവനെതിരെ നിൽക്കുകയാണല്ലോ. അങ്ങനെ ആറന്മുളയുടെ യാത്രയിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ ആറന്മുള ഒരു പ്രത്യേകതരം സ്ഥലമൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. അന്ന് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളെയൊക്കെ അവിടെ ഇറക്കുകയൊക്കെ ചെയ്തു MP രാഘവനെതിരെ. അങ്ങനെ പ്രചണ്ഡ പ്രചാരണം. പെന്തക്കോസ്ത് ഗ്രൂപ്പുകളൊക്കെ ധാരാളം ഉണ്ട് അവിടെ. 200ഓളം പെന്തക്കോസ്ത് ഗ്രൂപ്പുകളുണ്ട്. ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. എല്ലാവരും ഇങ്ങനെ മേച്ചുകൊണ്ട് നടക്കുകയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഇവരെയൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള മിടുക്ക് അബിൻ വർക്കിക്ക് കാണുമല്ലോ. പിന്നെ ആദ്യമായിട്ട് നിൽക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. ഇവരാണെങ്കിൽ KSU ആക്രമിച്ചതിനെ തുടർന്ന് ഈ കഴുത്തിനും ഒക്കെ വലിയ പരിക്കേറ്റിരിക്കുകയല്ലേ ഇപ്പോൾ. അപ്പം പ്രചരണത്തിന് ശക്തമായിട്ട് ഇറങ്ങാനുള്ള പ്രയാസവും വരും. അതുകൊണ്ട് അവരുടെ വാട്ടർലൂ ആയിരിക്കും ആറന്മുള വീണ ജോർജിന്റെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.